നിങ്ങൾക്ക് എന്തറിയാം നിങ്ങളുടെ കസ്റ്റമറെ കുറിച്ച്? നിങ്ങൾക്ക് എന്തറിയാം നിങ്ങളുടെ കോമ്പറ്റീറ്ററെ കുറിച്ച്? ഒരു കുന്തോ അറിയത്തില്ല. ഇന്ന് തൊട്ട് മാഗസിൻ എടുക്കണം, മാഗസിൻ എടുത്തു വെച്ചിട്ട് നോക്കണം എവിടൊക്കെ ഓഫർ ഓടുന്നുണ്ട്, എന്തൊക്കെ ഓഫർ ഓടുന്നുണ്ട്. ഒരു സിനിമ ഇറങ്ങാൻ നേരം ഞാൻ അതിൻ്റെ മുഴുവൻ ഇൻ്റർവ്യൂസും പ്രൊമോസും ഇരുന്ന് കാണും. എന്തിനാണെന്നറിയോ? അവരെന്തൊക്കെ പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്സ് കൊണ്ടുവരുന്നു, അതെങ്ങനെ എൻ്റെ ബിസിനസ്സിൽ നടപ്പാക്കാം. അത് കാണാനല്ല ഞാൻ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഡിഫറെൻറ്റ്, ഇപ്പം റെസ്റ്റോറൻറ്റുകാരനിരിക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പാത്രമായിട്ട് ഇലക്ട്രോണിക്സുകാരന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സെയിം കോണ്ടൻ്റാണ് ഇട്ട് തരുന്നതെങ്കിലും നിങ്ങളത് സ്വീകരിക്കുന്ന പാത്രം ഡിഫറെൻ്റാണ്, റൈറ്റ്? അത് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ഈ കോണ്ടൻറ്റിനെ നിങ്ങളുടെ കോണ്ടെക്സ്റ്റുമായി കണക്ട് ചെയ്യുന്നിടത്താണ് സക്സസ് ഇരിക്കുന്നത്. ടി വി ഷോസ്, ടി വിക്കകത്ത് വരുന്ന എല്ലാ പരസ്യവും ഞാൻ കാണും, സീരിയലിൻ്റെ വരെ പരസ്യം ഞാൻ കാണും. എന്താണെന്നറിയോ? ഇത്രയും ആളുകളെ പ്രകമ്പനം കൊള്ളിച്ചിരുത്താൻ അതിന് പറ്റുന്നുണ്ട്. ഇന്ന് രാത്രി 7:30 രാധിക ഭർത്താവിനെ കൊല്ലുവോ? ഇതാ എൻ്റെ പ്രൊമോ വീഡിയോയ്ക്കകത്ത് ഞാൻ ചോദിച്ചത്. അതാ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എന്തിനാണെന്ന് ഈ പൊട്ടിയ പടത്തിൻ്റെ റിവ്യൂ ഇരുന്ന് കാണുന്നേ? ഇല്ലെങ്കിൽ അതേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഞാൻ നടപ്പാക്കിയ എൻ്റെ ഒരു ഉണ്ട വെറുതെ പോവും. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ബുള്ളറ്റ്സ്. ഞാനിത് ചെയ്ത കാര്യമാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എക്സാമ്പിൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെക്കുറിച്ച് പറയാനേ എനിക്കറിയത്തുള്ളൂ. കാരണം ഞാൻ നടപ്പാക്കിയ കാര്യങ്ങളാണ്, ഞാൻ രക്ഷപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ ഐ ലേൺ ഫ്രം ബോത്ത് സക്സസ് ആൻഡ് ഫെയിലുവർ. എനിക്കിത് ഹരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ബോഡി റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര നേരം, എത്ര ദിവസം വേണേലും ഞാനിവിടെ നിന്ന് ഇതിങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. കാരണം എനിക്ക് കാശ് കിട്ടുന്ന പരിപാടിയാണ്. കാശ് കിട്ടുന്നിടത്തോളം കാലം ഞാൻ ചാടിക്കൊണ്ടേയിരിക്കും.